ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളതേ നമ്മുടെ തമിഴ്നാട്ടിലെ മേഘമലയിലാണ്. ശരിക്കും ഈ സ്ഥലത്തെക്കുറിച്ച് ഒരാൾ അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഭാഗം സജസ്റ്റ് ചെയ്തത്, ഇന്നിങ്ങോട്ട് വന്നതും തന്നെ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശരിക്കും നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ മിസ്സായി പോയേനെന്ന്. നമ്മുടെ മൂന്നാറ് പോലെ തമിഴ്നാട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് ഈ മേഘമല. നല്ല മനോഹരമായ കുറേ കാഴ്ചകളുണ്ട് ഇവിടെ. കുറച്ച് തടാകങ്ങളുണ്ട്, നല്ല വ്യൂ പോയിന്റ്സ് ഉണ്ട്. അപ്പം ആ കാഴ്ചകളൊക്കെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങളൊരു യാത്രയിലാണ്, ബാംഗ്ലൂരിലോട്ട് പോകുന്ന വഴിയാണ്. തഞ്ചാവൂരൊക്കെ കയറിയിട്ടാണ് ആ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം കണ്ടിന്യൂസ് ഇനി തഞ്ചാവൂരിന്റെയും അങ്ങോട്ടുള്ള ബാക്കി കാഴ്ചകളും ഒക്കെ നിങ്ങളെ കാണിക്കാൻ തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങാം. അങ്ങനെ ഞങ്ങളുടെ കുറേ നാളായുള്ളൊരു സ്വപ്നയാത്രയ്ക്ക് ഇന്നിവിടെ തുടക്കമാകുവാണ് കേട്ടോ. ഒരു റോഡ് ട്രിപ്പാണ്. 6-7 ദിവസം എടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് കരുതുന്നത്. എത്രത്തോളം നടക്കുമെന്നറിയില്ല, കാരണം റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ. ഞങ്ങൾ ഇന്നലെ വന്ന് പീരുമേട് സ്റ്റേ ചെയ്തു. അവിടെ നിന്നും രാവിലെ 5 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇറങ്ങി നമ്മുടെ ഫസ്റ്റ് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, തേനിയിൽ നിന്നും ഒരു 70-80 കിലോമീറ്ററോളം ദൂരെയുള്ള ഒരു ഹൈ റേഞ്ച് ഏരിയ ഉണ്ട്. മേഘമല എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ട് നമ്മുടെ മൂന്നാർ പോലുള്ള ഒരു സ്ഥലമാണ്. അധികം ആരും പോയിട്ടുമില്ല. എങ്കിൽ പിന്നെ മൂന്നാറൊക്കെ കുറേ വട്ടം നമ്മൾ കണ്ടതല്ലേ, ഇപ്രാവശ്യം നമുക്ക് മേഘമലയാക്കാമെന്ന് കരുതി. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ പീരുമേടിൽ നിന്നും തേനിയിലേക്ക് ഏകദേശം 90 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 2 മണിക്കൂർ ടൈമും. പക്ഷെ നമ്മൾ ഒരിക്കലും 2 മണിക്കൂർ കൊണ്ടൊന്നും എത്തില്ല. കാരണം ഇടയ്ക്കൊക്കെ ഇറങ്ങി റെസ്റ്റ് ചെയ്ത് സൈഡിലുള്ള കാഴ്ചകളൊക്കെ നല്ലോണം എക്സ്പ്ലോർ ചെയ്തേ നമ്മൾ പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 2.5-3 മണിക്കൂർ എന്തായാലും എടുക്കുമെന്ന് തന്നെ നമ്മൾ കരുതുന്നുണ്ട്. കേരളവും തമിഴ്നാടും തമ്മിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ ഈ കൃഷിയിടങ്ങളാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ വണ്ടി നിർത്തി കുറച്ച് അങ്ങോട്ട് കയറി ഇറങ്ങി കൃഷിയൊക്കെ കാണാമല്ലോ എന്ന് കരുതി കുറേ അകത്തോട്ട് നടന്ന് അകത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ കൃഷിയിടമാണ്. ശരിക്കും നമ്മുടെ ഇവിടെ പറമ്പുകളിൽ തന്നെ മരത്തിലും കിളിച്ചു കിടക്കുന്ന ആ സാധനം അവര് കൃഷി ചെയ്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ അവരവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കണ്ടു. പിന്നെ അങ്ങോട്ട് ധാരാളം കൃഷി സ്ഥലങ്ങൾ പലതരത്തിലുള്ളത്. ചോളത്തിന്റെ ഉണ്ടായിരുന്നു, പിന്നെ പയറ്, അങ്ങനെ ഒത്തിരി കൃഷി. തേക്കടി കുമളി വഴിയാണ് നമ്മൾ തേനിയിലേക്ക് ഇറങ്ങുന്നത്. ഈ തേക്കടി കുമളിയിൽ ടൂർ വരുന്ന എല്ലാവരും തേനിയിൽ എപ്പോഴും കാണാൻ വരുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ മുന്തിരിപ്പാടം. അങ്ങനെ ഞങ്ങൾ മുന്തിരിപ്പാടം ഇറങ്ങി കുറച്ച് അകത്തോട്ട് കയറി ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടുമായിട്ട് ധാരാളം പാടങ്ങളുണ്ട്. ശരിക്കും മുന്തിരികൾ പഴുത്ത് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പച്ചയായി നിൽക്കുന്ന സമയമാണ് ഇത്. കണ്ടല്ലോ, ശരിക്കും പച്ച കളർ മുന്തിരിയാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവരൊരു എൻട്രി ഫീ ഒന്നും വാങ്ങി അത് പ്രദർശിപ്പിക്കാൻ മുതിരാത്തത്. അങ്ങനെ കുറെ മുന്നോട്ട് ചെന്നപ്പോൾ പിന്നെ നല്ല കാറ്റായി തുടങ്ങി. അതുകൊണ്ട് തന്നെ കാറ്റാടി യന്ത്രങ്ങളും നിറയെ കാണാൻ തുടങ്ങി. ശരിക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇതൊരു വലിയ ജിജ്ഞാസയാണല്ലോ, കാരണം കേരളത്തിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ഒന്നും കാണാൻ പറ്റില്ല. സ്വാഭാവികമായും നമ്മളവിടെ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി കാറ്റാടി യന്ത്രത്തിന്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അതിനോട് ചേർന്ന് തന്നെ വലിയ പന്തലിട്ടിട്ട് നമ്മുടെ ഈ പയറ്, ഒരുമാതിരി റെഡ് കളർ പയറ് വരുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ അതിന്റെ പേര് നല്ലോണം അറിയില്ല.
ആ പയറിൻ്റെ കൃഷി ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോയും എടുത്തു. പക്ഷെ അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര സപ്പോർട്ടാട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും ഒക്കെ. അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. നമ്മൾ മേഘമലയുടെ എൻട്രൻസ് ഭാഗത്തെത്തി. ഞങ്ങൾ തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം അല്ലാത്തതുകൊണ്ട് അധികം ചെക്കിംഗ് ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ നമ്മുടെ ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ പോകുന്ന പോലെ തന്നെയുള്ള ചെക്കിംഗ് അവിടെ ഉണ്ടായിരുന്നു. വണ്ടിയിലുള്ള മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പികളും അവിടെ വെളിയിലെടുത്ത് മാറ്റേണ്ടി വന്നു. കൂടാതെ നമ്മുടെ വെഹിക്കിൾ അവിടെ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഒരു പാസ് നമ്പരും അവരവിടുന്ന് തരും. അത് പറഞ്ഞപ്പോൾ ഓർത്തെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത്. നമ്മൾ വണ്ടി നമ്പർ അവിടെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ തരുന്ന ഈ നമ്പർ സൂക്ഷിച്ചു വെക്കണമെന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. നമ്മളത് വലിയതായിട്ട് കാര്യമാക്കിയില്ല. പക്ഷേ തിരിച്ച് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ആ നമ്പർ വളരെ അത്യാവശ്യമാണ്. അത് അവരോട് ചോദിക്കും, എങ്കിലേ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റൂ. ഞങ്ങൾക്ക് അത് മറന്നു പോയതുകൊണ്ട് തന്നെ കുറേ സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അത് ക്ലിയർ ചെയ്തിട്ട് വേണ്ടി വന്നു നമുക്ക് ഇറങ്ങി വരാൻ. അപ്പം അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മേഘമല വന്യജീവി സങ്കേതത്തിലൂടെ ഹെയർ പിന്നുകൾ താണ്ടി വേണം നമുക്ക് മുകളിലെത്താൻ. ശരിക്കും ആനകളും വന്യജീവികളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം മുകളിലോട്ട് പോകാൻ എന്ന് അവർ പറഞ്ഞു. പിന്നെ ഒരിക്കലും നമ്മുടെ ബന്ദിപ്പൂർ പോലുള്ള യാത്രയിലുള്ള തിരക്കോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ലായിരുന്നു. ശരിക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂന്ന് പോലും ഞങ്ങൾ സംശയിച്ചു പോയി. അതുപോലെ ശാന്തവും സുന്ദരവുമായിട്ടുള്ള വഴികളായിരുന്നു അവിടെ. ധാരാളം ഹെയർ പിന്നുകളും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ മുകളിലെത്തി തേയിലത്തോട്ടങ്ങൾ തുടങ്ങുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ഒരു പള്ളിയും തൊട്ട് ഓപ്പോസിറ്റായി ഒരു അമ്പലവും കാണാം. അത് തന്നെ അവിടെ താമസിക്കുന്നവരുടെ ഒരു മതമൈത്രിയെ കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഭാഗത്തുള്ള വീടുകളാണെങ്കിലോ ലയങ്ങൾ പോലെയുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ തേയിലത്തോട്ടങ്ങളിൽ ജോലിക്ക് വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടി പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചിരുന്നതാണെന്നാണ് കരുതുന്നത്. അതിൽ പകുതിയും ഇപ്പോൾ നശിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. കുറച്ച് ഭാഗങ്ങളിൽ മാത്രം ജനവാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. വലിയ ആളും അനക്കവും ഒന്നും അവിടെ ഫീൽ ചെയ്തില്ല. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ഇടതുവശത്തായി ഹൈവേവീസിന്റെ ഒരു ചെക്ക് ഡാം പോലുള്ള ഡാമും കാണാം. അത് പൂട്ടിയിട്ടിരിക്കുകയാണ്, നമുക്ക് അകത്തോട്ട് പ്രവേശനമില്ല. അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡും ഉണ്ട്. നമ്മൾ വെളിയിൽ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ തേയിലത്തോട്ടങ്ങളിലെയും അവിടെയുള്ള കൃഷി ആവശ്യത്തിനുള്ള ജലം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കെട്ടിയിട്ടിരിക്കുന്നതാണെന്നാണ് കരുതുന്നത്. ഈ തേയിലത്തോട്ടങ്ങളെ ഇടയിലുള്ള റോഡ് ചെന്ന് അവസാനിക്കുന്നത് മഹാരാജ മേഡ് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വെച്ച് അത് തീരുകയാണ്. അവിടെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ മുകളിലേക്ക് നമുക്ക് നടന്നു പോകാൻ ഒരു സ്ഥലമുണ്ട്. ശരിക്കും ഒരു ചെറിയ ട്രെക്കിങ് പോലെ, വലുതൊന്നുമില്ല, വളരെ ചെറുത്. നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും കയറാൻ പറ്റും. എന്നിട്ട് 30 രൂപ എൻട്രി ഫീ ആണ് അവിടെ ഉള്ളത്. അത് കൊടുത്ത് സത്യത്തിൽ ആ എൻട്രി ഫീ വെറുതെ ആണെന്ന് നമുക്ക് തോന്നാറുണ്ട്. അതിൻ്റെ കേസ് ഇല്ല, കാരണം ശരിക്കും ഒരു വ്യൂ പോയിന്റ് മാത്രമാണ് അവിടെ ഉള്ളത്. നമ്മൾ പക്ഷേ അത് കൊടുത്തിട്ട് മുകളിലോട്ട് കയറി ചെല്ലുമ്പോഴുണ്ടല്ലോ
തേനി ജില്ലയിലെ മിക്കവാറുമുള്ള എല്ലാ പട്ടണങ്ങളും നമുക്ക് ഒറ്റ വ്യൂവിൽ അത് കാണാൻ പറ്റും. ശരിക്കും ഒരു നമ്മൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന താഴെ ചെറിയ 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 പട്ടണങ്ങൾ കാണാൻ പറ്റും. ശരിക്കും നല്ല ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ തിരികെ ഇറങ്ങി. പിന്നീട് അവിടെയുള്ള ഒരു ചായക്കടയിൽ അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ പറ്റിയത് അകത്തോട്ടൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ടുള്ളതെന്നാണ്. ചിന്നസുരുളി വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലവും ഇതൊക്കെ അങ്ങോട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഓഫ് റോഡ് ജീപ്പിൽ മാത്രമേ പോകാൻ പറ്റൂ. ഞങ്ങളെ സംബന്ധിച്ച് അറിയാമല്ലോ, നമുക്ക് ഇനിയും യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇന്ന് തന്നെ തഞ്ചാവൂർ എത്തി സ്റ്റേ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പം അതുകൊണ്ട് തന്നെ അതിനൊന്നും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്നാൽ തിരിച്ചിറങ്ങാം എന്നും കരുതി. ഇനി മേഘമലയിൽ വരുന്ന നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഹൈവേവ്സ് ആണ്, പിന്നെ മേഘമല തടാകമുണ്ട്, മഹാരാജ മേഡ് വ്യൂ പോയിന്റ് ഉണ്ട്, ചിന്നസുരുളി വെള്ളച്ചാട്ടം, മേഘമല വന്യജീവി സങ്കേതം. ഇത്രയാണ് അവിടെയുള്ള പ്രധാന ആകർഷണങ്ങൾ. പിന്നെ പറയാമല്ലോ, തേയിലത്തോട്ടങ്ങളിലെയും ഏലത്തോട്ടങ്ങളിലെയും ഒരു ഭംഗി. അതിൻ്റെ ഇടയ്ക്കൂടുള്ള റോഡിലൂടെയാണ് നമ്മുടെ ഈ യാത്രകൾ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1500 മീറ്റർ ഉയരത്തിലാണ് ഇവയെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാനും. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരികെ ഇറങ്ങി. ധാരാളം ഹെയർ പിന്നിൽ കയറിയതെല്ലാം തിരിച്ചിറങ്ങി. അങ്ങനെ നമ്മൾ ആ എൻട്രി ഭാഗത്തെത്തി. അതപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ധാരാളം വണ്ടികൾ അവിടെ കിടപ്പുണ്ട്. ആദ്യം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു വണ്ടിയും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോൾ നിരയായി വണ്ടികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് സുഖമായി കണ്ട് കയറി ഇറങ്ങി വരാൻ പറ്റും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് അതാണ്. ഇപ്പം മൂന്നാറൊക്കെ പോയി കണ്ട് കുറേ കഴിഞ്ഞവർക്ക് കുറച്ചുകൂടെ വേറിട്ടൊരു കാഴ്ചകളാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മേഘമല ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കാണാം. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. മേഘമല സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മെയ് വരെയാണ് കേട്ടോ. അല്ലാത്ത സമയത്ത് നല്ല ചൂടാണെന്നാണ് അറിയുന്നത്. നമുക്ക് നല്ല പ്ലസന്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് അവിടെ കിട്ടിയത്. അങ്ങനെ മേഘമലയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ തഞ്ചാവൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ കരുതും, എന്താണ് നമ്മൾ ഈ ദൂരെയുള്ള തഞ്ചാവൂര് പ്രിഫർ ചെയ്തതെന്ന്. കാരണം തഞ്ചാവൂര് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. കുറേ നാളായി വിചാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. നേരത്തെ തഞ്ചാവൂര് പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ നമ്മുടെ കന്യാകുമാരി വഴി ധനുഷ്കോടിയൊക്കെ കണ്ട് തഞ്ചാവൂര് വരണമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ആ പ്ലാൻ ചെയ്ത സമയം ഏപ്രിൽ മെയ് ആയതുകൊണ്ട് നമുക്ക് അതുവഴി വരാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി വരാമെന്ന് കരുതുന്നത്. മേഘമലയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് 298 കിലോമീറ്റർ ആണ് ഉള്ളത്. ഏകദേശം 300 നമുക്ക് കണക്ക് കൂട്ടാം. ഞങ്ങള് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അല്ലേലേ കുറച്ച് ലേറ്റായി പോയി. ഏകദേശം 1:30 ആയപ്പോഴാണ് നമ്മൾ താഴെ തേനി ഭാഗത്ത് എത്തിയത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് ഞങ്ങള് ഒരു രാത്രി 9 മണിക്കെങ്കിലും തഞ്ചാവൂർ എത്തിയാൽ മതി എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ യാത്ര തുടങ്ങിയത് തന്നെ. പിന്നെ ഓരോ യാത്രയും ആസ്വാദ്യകരമായിരുന്നത് നമ്മുടെ കൂടെ ഉള്ളവരുടെ ഒരു പ്രസൻസും കൂടെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്ര എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. കാരണം എൻ്റെ ബ്രദറും സിസ്റ്റർ-ഇൻ-ലോയും എൻ്റെ ഹസ്ബൻഡുമാണ് ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഫ്രീ മൈൻഡിൽ യാത്ര ചെയ്യാൻ പറ്റി. കാഴ്ചകളൊക്കെ കണ്ട് എത്ര ദൂരമായിട്ടും നമുക്ക് യാതൊരു മുഷിപ്പും ഇല്ലായിരുന്നു. പിന്നെ നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടിന്യൂസ് അങ്ങനെ ഇരിക്കില്ല, ഇടയ്ക്കൊക്കെ ഇറങ്ങും. അരമണിക്കൂർ ഇരിക്കുമ്പോൾ എന്തായാലും വെളിയിലിറങ്ങും. ഒന്നെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിക്കും, അല്ലെങ്കിൽ കരിക്ക് ചായ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ യാത്രകൾ തുടരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ വലിയ മുഷിപ്പൊന്നും ഇല്ലാതെ നമ്മൾ അവിടെ എത്തി. അവിടെ ചെന്ന് തഞ്ചാവൂര് ഏകദേശം നല്ല രാത്രിയോടുകൂടിയാണ് എത്തിയത്. ഒരു ഹോട്ടലൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ടാണ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങി. എന്നിട്ട് ഇന്ന് റെസ്റ്റ് ചെയ്തിട്ട് നാളെ
തഞ്ചാവൂർ ക്ഷേത്രത്തിൽ രാവിലെ പുറപ്പെടാം എന്നുള്ള തീരുമാനത്തിലാണ് അവിടെ അന്ന് താമസിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അല്ലെങ്കിലേ നിങ്ങൾ ഈ വിശേഷങ്ങൾ കേട്ടിരുന്ന് ബോറടിക്കുകയായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നിർത്താം, ബാക്കി അടുത്ത വീഡിയോയിലൂടെ പറയാം. ഒരു കാര്യം മറന്നു കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ, എങ്കിലേ നമുക്ക് തിരുത്താൻ പറ്റൂ. അത് വിമർശനങ്ങളായാലും ഏതായാലും ഞാൻ മാറ്റാൻ എന്തായാലും ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നല്ല കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.